എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ലഞ്ചിന് എന്തൊക്കെയുള്ളതെന്ന് കാണണ്ടേ? അപ്പോൾ നമ്മളിന്ന് മീൻകറിയാണ് വെക്കുന്നത്. മീൻകറിയിൽ മീൻ കുറച്ച് നല്ലെണ്ണ ഇടണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇഞ്ചി, പച്ചമുളക് ഒരു 4 പച്ചമുളക് ഞാൻ ഇടാറുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം, അത് നന്നായിട്ട് ഒന്നുകിൽ ചതക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിടും. അതിനുശേഷം ഒരു തക്കാളിയും ചേർക്കും. അപ്പോൾ ഈ മീൻകറി വെക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുളി വെള്ളത്തിലിടാണ്. അപ്പോൾ ഈ തക്കാളിയും ചേർത്തതിന് ശേഷം പുളിവെള്ളവും ചേർത്ത് അരച്ച തേങ്ങയും ചേർത്ത് എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഇതങ്ങ് തിളപ്പിക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം തിളക്കണം, തിളച്ചിട്ട് മറിയാൻ പാടില്ല കേട്ടോ. മീനൊക്കെ വെന്ത് കറി സെറ്റായിട്ട് വരുമ്പോൾ കടുക് ഉലുവയും കൂടിയിട്ട് വറവ് ഇടാം. ഇങ്ങനെയാണ് അധിക വടകരക്കാരും കറി വെക്കാറ്, മീൻകറി വെക്കാറ്. ഇനിയിപ്പോൾ ഇതിന് പകരം മാങ്ങ സീസൺ ആകുമ്പോൾ മാങ്ങ ഇടും കേട്ടോ. നമ്മുടെ ഈ തക്കാളിക്ക് പകരം മാങ്ങ, ചിലവർ മാങ്ങയും തക്കാളിയും പുളിയും കുറച്ചായിട്ട് ഇടും. അതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാ. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മത്തി വരട്ടാണ്. ഈ മത്തി വരട്ടുമ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞ് ചേർക്കുന്നതും ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് ചേർക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് എല്ലാ പൊടികളും മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ ഉള്ളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇതിൽ ഈ മത്തിയിലേക്ക് അങ്ങ് ചേർക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കുക, നല്ലവണ്ണം വറ്റണം. മത്തിക്ക് നല്ലോണം വെള്ളം വെക്കണം കേട്ടോ. പിന്നെ പുളിവെള്ളവും ചേർക്കണം. പുളിവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വറ്റി വരളുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഈ മത്തി വറ്റൽ ചട്ടിക്ക് ഭയങ്കര അടിയായിരിക്കും കേട്ടോ. രാത്രിയാണ് ഇതിൻ്റെ അടി ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടി ഞാൻ ഒഴിച്ച് വെക്കില്ല. നമ്മൾ ഈ മത്തി വരട്ടിയതിൻ്റെ ഒക്കെ ചട്ടിയാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ചട്ടി തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. രാത്രിയാണ് ഇത് ഒഴിവാക്കുക. അപ്പോൾ രാത്രി ഉള്ള ബാക്കിയുള്ള പീസ് പാത്രത്തിൽ മാറ്റി ഈ ചട്ടിക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പിന്നെ മത്തി പിന്നെ ഇവിടെ ഇടക്കിടക്ക് വാങ്ങും. അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് കൊടുത്താൽ പിറ്റേ ദിവസം മറ്റേയാൾക്കായിരിക്കും. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഉപ്പേരിക്ക് വെച്ചത് അവരെയാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അത് എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചീനച്ചട്ടി അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുകയാണേ. അവരയിൽ കുറേ തേങ്ങയും വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഈ ഉപ്പേരിയൊക്കെ മാറ്റി വെക്കാൻ നല്ലൊരു കണ്ടെയ്നറാണ് ഇത്. ഒരു സെറ്റിൽ വരുന്നത് 4 പീസാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, നല്ലതാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഓരോന്നിൻ്റെ നല്ലതും മോശവും മനസ്സിലാവുക. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സിൽ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യമാണ് ഇത്. നമുക്ക് ചൂടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ മേലെ ഒരു ടോപ്പുണ്ട്, അതൊന്ന് തുറന്ന് വെക്കാം. ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാനും യൂസ്ഫുള്ളാണ്. അതിനിടയിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നമ്മുടെ ക്രഷ് ചെയ്ത മുളകും കൂടി ഇട്ടിട്ട് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട പണികളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പാത്രങ്ങളും കഴുകി സ്റ്റാൻഡൊക്കെ തുടച്ചിടുന്നത് കൊണ്ട് നല്ല ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് പണിയെടുക്കുമ്പോൾ തന്നെ. അങ്ങനെ മീൻകറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവിടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുക് ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടാൽ സംഭവം അടിപൊളിയായിരിക്കും. നമ്മുടെ ഇത്രയും പണികൾ തീർന്നതിൻ്റെ ഇടയിൽ തന്നെ മത്തി അവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടക്കിടക്കൊന്നത് ഞാൻ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ചിന്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം അല്ലേ.